അമേരിക്കയുടെ സുവർണകാലത്തിന് തുടക്കമായെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു. For American citizens, January 20th, 2025 is Liberation Day. The golden age of America begins right now എന്ന് പറഞ്ഞു തുടങ്ങിയ 30 മിനിറ്റ് നീണ്ട ട്രംപിന്റെ കഞ്ഞി പ്രസംഗം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഭരണകൂടമാണ് വരാൻ പോകുന്നതെന്ന വ്യക്തമായ സൂചന നൽകുന്നതായിരുന്നു. America will soon be greater, stronger and far more exceptional than ever before. എന്തൊക്കെ സുപ്രധാന ഉത്തരവുകളാണ് താൻ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നതെന്നും തന്റെ തീരുമാനങ്ങളും നയങ്ങളും എന്തായിരിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് അധികാരമേറ്റത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അതിനു മുമ്പും പറഞ്ഞ കാര്യങ്ങൾ സത്യപ്രതിജ്ഞാ പ്രസംഗത്തിൽ ഒന്നുകൂടി ആവർത്തിക്കുകയായിരുന്നുവെന്നും ഈ പ്രസംഗത്തെ വിലയിരുത്താം. My life was saved for a reason. I was saved by God to make America great again. ട്രംപിന്റെ സ്ഥാനാരോഹണ വേളയിൽ പോലും രാജ്യത്തെ പല ഭാഗത്തും വിവിധങ്ങളായ പ്രതിഷേധ പ്രകടനങ്ങളും ട്രംപിനെതിരായ മുറവിളികളും ശക്തമാവുകയാണ് ചെയ്തത്. All of it. It's all a big mess. I don't know that this country is ready for a felon in chief. പിന്നീട് ട്രംപ് തന്റെ തുറപ്പുചീട്ടായ നയപ്രഖ്യാപനങ്ങളുടെ കെട്ടഴിച്ചു. എല്ലാ തീരുമാനങ്ങളെയും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വേദി. ബൈഡനെയും കമല ഹാരിസിനെയും ഇരുത്തി മുൻ ഭരണകൂടം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഭരണകൂടമായിരുന്നുവെന്നും മുൻ ഭരണകൂടത്തിന്റെ 80 എക്സിക്യൂട്ടീവ് നടപടികൾ റദ്ദാക്കുന്നതായിരിക്കും തന്റെ ആദ്യ നടപടിയെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. US മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് ട്രംപിന്റെ ആദ്യ പ്രസംഗത്തിലെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന്. എല്ലാ അനധികൃത കുടിയേറ്റവും അടിയന്തരമായി തടയുകയും അങ്ങനെ എത്തുന്നവരെ അവരുടെ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യും. അനധികൃത കുടിയേറ്റക്കാരെ ക്രിമിനലുകളെന്നാണ് ട്രംപ് അഭിസംബോധന ചെയ്തത്. വേദിയിലുണ്ടായിരുന്ന മുൻ പ്രസിഡന്റ് ജോ ബൈഡനും മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസും മറ്റു ചിലരും ഒഴികെ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത്. കുടിയേറ്റ വിരുദ്ധ പ്രഖ്യാപനത്തിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളെയും ട്രംപ് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അപകടകാരികളായ ക്രിമിനലുകളെയും അനധികൃത കുടിയേറ്റക്കാരെയും ബൈഡൻ ഭരണകൂടം സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നും വിദേശത്തെ അതിർത്തികൾ സംരക്ഷിക്കാൻ പരിധിയില്ലാത്ത സഹായം ചെയ്ത ബൈഡൻ സർക്കാർ അതിർത്തി സംരക്ഷിക്കാൻ ഒന്നും ചെയ്തില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. തുടർന്ന് 2025 ജനുവരി 20 US-നെ സംബന്ധിച്ചിടത്തോളം വിമോചന ദിനമാണെന്നും ആക്രമണത്തിൽ നിന്ന് ദൈവം തന്നെ രക്ഷിച്ചത് US-നെ വീണ്ടും മഹത്തരമാക്കാനാണെന്നടക്കമുള്ള സ്ഥിരം വാഗ്വാദങ്ങൾ. ട്രാൻസ്ജെൻഡേഴ്സിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാട് ആവർത്തിച്ച ട്രംപ് US-ൽ സ്ത്രീയും പുരുഷനുമെന്ന 2 ജെൻഡർ മാത്രമേ ഉണ്ടാവൂ എന്നും ഇതിനുള്ള ഉത്തരവിൽ ഉടൻ ഒപ്പുവെക്കുമെന്നും പറഞ്ഞു. അമേരിക്കയിലെ 30 ലക്ഷത്തോളം വരുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കില്ലെന്ന കടുത്ത തീരുമാനമാണിത്. രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 1.2% മനുഷ്യരെ ബാധിക്കുന്ന നയപരമായ ഈ കടുത്ത തീരുമാനം അമേരിക്കയിൽ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. It will henceforth be the official policy of the United States government that there are only 2 genders, male and female. മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി മാറ്റാനാണ് ട്രംപിന്റെ മറ്റൊരു തീരുമാനം. ഗൾഫ് ഓഫ് മെക്സിക്ക ഇനി ഗൾഫ് ഓഫ് അമേരിക്കയാണെന്നാണ് പ്രഖ്യാപനം. പനാമ കനാലുമായി ബന്ധപ്പെട്ട കരാർ പനാമ ലംഘിച്ചതിനാൽ കനാൽ അമേരിക്ക തിരിച്ചെടുക്കുമെന്നുമുണ്ട് പ്രഖ്യാപനം. പനാമ കനാൽ നിയന്ത്രിക്കുന്നത് ചൈനയാണെന്ന സ്ഥിരവാദം വീണ്ടും ട്രംപ് പറയുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകങ്ങളുടെയും നിക്ഷേപമുള്ള അമേരിക്കയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രധാന പ്രഖ്യാപനം. ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഗോള ക്രൂഡ് ഓയിൽ വിപണിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തങ്ങളുടെ കാലിന് കീഴിലുള്ള ഒഴുകുന്ന സ്വർണ്ണ ശേഖരങ്ങൾ ഖനനം ചെയ്ത് അമേരിക്കയെ കൂടുതൽ സമ്പന്നമാക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും ക്രൂഡ് ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നത് ട്രംപിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. ഇതിനായി പ്രചാരണ വേളയിൽ മുന്നോട്ട് വെച്ച ഡ്രിൽ ബേബി ഡ്രിൽ എന്ന മുദ്രാവാക്യം തന്റെ കഞ്ഞി പ്രസംഗത്തിലും ട്രംപ് ഉപയോഗിച്ചു. അമേരിക്കയിൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകങ്ങളുടെ ഖനനവും വർദ്ധിപ്പിക്കുമെന്ന് സാരം. വിദേശ രാജ്യങ്ങളെ സമ്പന്നമാക്കാൻ തങ്ങളുടെ പൗരർക്ക് നികുതി ചുമത്തുന്നതിന് പകരം തങ്ങളുടെ രാജ്യത്തെ സമ്പന്നമാക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നികുതി ചുമത്തുമെന്നുമുണ്ട് ട്രംപിന്റെ പ്രഖ്യാപനം. നയപ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അയൽ രാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഫെബ്രുവരി 1 മുതൽ 25% തീരുവ ചുമത്തുമെന്ന തീരുമാനവും വന്നു. കനേഡിയൻ, മെക്സിക്കൻ ഇറക്കുമതികൾക്ക് താരിഫ് വർധനവ് വരുത്തുമെന്നും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക നികുതി ചുമത്തുമെന്നും ട്രംപ് നേരത്തെയും പറഞ്ഞിരുന്ന കാര്യമാണ്. അധികാരമേറ്റ ശേഷം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറാനും ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്.
The next item here is the withdrawal from the Paris Climate Treaty. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറിക്കൊണ്ടുള്ള ഉത്തരവിൽ ഇതിനോടകം ഒപ്പുവെക്കുകയും ചെയ്തു. We're going to save over $1 trillion by withdrawing from that treaty. ട്രംപിന് വേണ്ടി 2021 ക്യാപിറ്റോളിൽ കലാപം നടത്തിയ 2000-ഓളം പേർക്ക് പൊതുമാപ്പ് നൽകുന്നതടക്കമുള്ള 200-ഓളം എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് ആദ്യ ദിനം തന്നെ ട്രംപ് ഒപ്പിട്ടിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകി വരുന്ന ഫണ്ട് അനാവശ്യമാണെന്നാണ് ട്രംപിന്റെ നിലപാട്. ദരിദ്ര രാജ്യങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്ന ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനം ഇതോടെ താളം തെറ്റും. പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റവും കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2035ഓടെ യുഎസിലെ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ 60% കുറയ്ക്കുന്നതിനുള്ള പദ്ധതി ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം പിന്നോട്ട് പോകുന്നതാണ് ട്രംപിന്റെ നിലപാട്. 2017 മുതൽ 2021 വരെയുള്ള ആദ്യ ട്രംപ് സർക്കാരിന്റെ കാലത്തും യുഎസ് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം തട്ടിപ്പാണെന്നാണ് അന്നും ഇന്നും ട്രംപിന്റെ നിലപാട്. ഫോസിൽ ഇന്ധനങ്ങളെ പ്രോത്സാഹിപ്പിച്ചും ധാതുഖനനം വർദ്ധിപ്പിച്ചും മുന്നോട്ടു പോകാനാണ് ട്രംപ് എക്കാലത്തും താൽപര്യപ്പെടുന്നതും. ചരിത്രത്തിലാദ്യമായി അമേരിക്കൻ കോടതി കുറ്റവാളിയെന്ന് വിധിച്ചയാൾ അധികാരമേറ്റിരിക്കുകയാണ്. രണ്ടാം വരവിൽ ലോകത്തെയാകെ ഞെട്ടിക്കാൻ തന്നെയാകും ട്രംപിന്റെ തീരുമാനം. And nothing will stand in our way because we are Americans. The future is ours, and our golden age has just begun.